ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഞാൻ ജീവിതത്തിൽ എന്തൊക്കെയായി ചെയ്യുന്നതെന്ന് എനിക്കൊരു പിടിയില്ല എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എന്നാൽ നിങ്ങൾ തീർച്ചയായും വായിച്ചിരിക്കേണ്ട പുസ്തകമാണ് റോൺ ലിം എഴുതിയ നോ ഐഡിയ വാട്ട് ഐ ആം ഡൂയിങ് ബട്ട് എഫെക്റ്റ്. അതായത് നിങ്ങളുടെ ജീവിതം ആസ്വദിച്ച് തിമിർത്ത് ജീവിക്കാനുള്ള ഒരു കംപ്ലീറ്റ് ഗൈഡാണ് ഇന്നത്തെ നമ്മുടെ കേട്ടറിവ്. അപ്പോൾ റോൺ ലിം തുടങ്ങുന്നത് തന്നെ ഒരു വലിയ സത്യം പറഞ്ഞുകൊണ്ടാണ്. നിങ്ങൾക്കോ എനിക്കോ നിങ്ങളുടെ മാതാപിതാക്കൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കും സത്യം പറഞ്ഞാൽ ജീവിതത്തെക്കുറിച്ച് വലിയ പിടിയൊന്നുമില്ല. നമ്മൾ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം അവരുടെ ജീവിതം കൃത്യമായി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ ഓരോരുത്തരും കരുതുന്നത്. നമ്മൾ മാത്രം ഒരു ചെളിക്കുണ്ടിപ്പെട്ട കാറിൻ്റെ ടയർ പോലെയാണെന്നും അല്ലേ? സത്യം പറഞ്ഞാൽ അവരും ഇതേ അവസ്ഥയിൽ ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുകയാവും. എന്നിട്ട് അവരോടാണ് നമ്മൾ ഒരു ഉപദേശം ചോദിക്കുന്നത്. റോൺ പറയുന്നത് അതിലും ഭേദം സ്വന്തമായി എന്തെങ്കിലും ചെയ്ത് കുളമാക്കി വഴിയൊക്കെ തെറ്റി അതിൽ നിന്ന് പഠിക്കുന്നതാണെന്നാണ്. ഞാൻ ജീവിതത്തിൽ എന്തൊക്കെയായി ചെയ്യുന്നത് എന്ന് എനിക്കൊരു പിടിയില്ല എന്ന് തോന്നുന്ന ഒരു ഘട്ടത്തിൽ തളർന്നു പോകാൻ എളുപ്പമാണ്. നമ്മളെല്ലാവരും ഒരു കറക്റ്റ് സമയത്തിനായി ഒരു കറക്റ്റ് അവസരത്തിനായി കാത്തിരിക്കാറാണ് പതിവ്. പക്ഷെ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു മുഹൂർത്തം ഇല്ല. എടുക്കുന്ന തീരുമാനം തെറ്റാവുമോ എന്ന പേടി എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഒരു തീരുമാനവും എടുക്കാതെ ഇരിക്കും. എന്നാൽ ഒരു തീരുമാനവും എടുക്കേണ്ട എന്ന തീരുമാനമാണ് ഏറ്റവും വലിയ തെറ്റ്. എപ്പോഴും ഭാവിയെക്കുറിച്ച് ടെൻഷൻ അടിക്കുന്ന ഒരാൾ കൊണ്ട് കളയുന്നത് അവരുടെ പ്രസൻറ്റിന് തന്നെയാണ്. ഒന്നും ശരിയാവാൻ പോകുന്നില്ല എന്ന നിങ്ങളുടെ തോന്നൽ ഒരു പക്ഷേ ശരിയായിരിക്കാം, ഒരു പക്ഷേ. ഇനി അതങ്ങനെ അല്ലെങ്കിലോ? കിടിലമായ പല അവസരങ്ങളും നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് അവയെക്കുറിച്ച് അമിതമായി ചിന്തിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ആവേശം കൊള്ളിക്കുന്ന കാര്യങ്ങളോട് യെസ് പറയാൻ പഠിക്കണം. അതേപോലെ നിങ്ങളുടെ മൊത്തം എനർജിയും ഊറ്റിക്കളയുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കാനുള്ള തീരുമാനത്തോടും യെസ് പറയാൻ നിങ്ങൾക്കാവണം. അതായത് ചില സമയങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി തന്നെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം ചിലതൊക്കെ ഉപേക്ഷിക്കുക എന്നതാണ്. നമുക്കെല്ലാവർക്കും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കും. ചില ജോലികൾ, ചില ബന്ധങ്ങൾ, എന്തിന് ചില സ്ഥലങ്ങൾ പോലും നമ്മളെ നിരാശപ്പെടുത്തുകയും കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാക്കുകയും ചെയ്യും. ഇതിലെ പ്രധാന കാര്യം എന്തെന്നാൽ ഇതൊന്നും ശരിക്കും മോശമായിരിക്കണമെന്നില്ല, പക്ഷേ നിങ്ങളുടെ വളർച്ചയുടെ യാത്രയുമായി അത് അലൈൻ ചെയ്യുന്നില്ല എന്ന് മാത്രം. അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ അവിടെ തന്നെ തുടരുന്നത്? ഭയം, മാറ്റത്തോടുള്ള ഭയം, അറിയാത്തതിനോടുള്ള ഭയം. പക്ഷേ റോൺ ഒരു കിടിലം പോയിന്റ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും തിരികെ വരാം. ബാഗ് പാക്ക് ചെയ്ത് ലോകം ചുറ്റാൻ തീരുമാനിച്ചത് വൻ ദുരന്തമായോ? തിരിച്ചു പോന്നോ? നിങ്ങളുടെ വീട് അവിടെ തന്നെ ഉണ്ടാവും. ശരിക്കുള്ള അപകടം എന്നത് നിങ്ങളുടെ മനസ്സ് ഒരു ചേഞ്ചിനെ നിലവിളിക്കുമ്പോൾ നിങ്ങൾ കടിച്ചു പിടിച്ച് അനങ്ങാതെ അവിടെ തന്നെ നിൽക്കുന്നതാണ്. അതുകൊണ്ടുണ്ടാകുന്ന ക്ഷീണം നിങ്ങൾ ഇനി എത്ര ഉറങ്ങിയാലും തീരില്ല. ജീവിതത്തിൽ ശരിക്കും മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ക്ഷീണിപ്പിക്കുന്ന സ്ഥലവും കാര്യങ്ങളും ഉപേക്ഷിക്കുക തന്നെ വേണം. ഈ മാറ്റം തുടക്കത്തിൽ ബുദ്ധിമുട്ടായിരിക്കാം, പക്ഷെ തോറ്റു കൊടുക്കാതെ നിങ്ങളുടെ ചെറുതോ വലുതോ ആയ പഴയ വിജയങ്ങളെ ഓർക്കാൻ ഈ പുസ്തകം നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതായത് പ്രധാനമായി തെറ്റുകൾ വരുത്താൻ നമുക്ക് തന്നെ പെർമിഷൻ കൊടുക്കുക എന്നതാണ്. തെറ്റുകളും പരാജയങ്ങളും നമ്മുടെ പ്രിയപ്പെട്ട ചങ്ങാതിമാരായിരിക്കണം എന്നാണ് റോൺ വാദിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ആദ്യ തവണ തന്നെയോ അല്ലെങ്കിൽ എല്ലായ്പ്പോഴുമോ ശരിയാവണമെന്നില്ല. തോറ്റുപോകുമോ എന്ന പേടി നമ്മളിൽ പലരെയും സ്വയം ഉണ്ടാക്കിയ കൂടുകളിൽ അടച്ചിടുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ മറ്റുള്ളവർ നമ്മളോട് പറയുന്നത് നമ്മൾ ചെയ്യുന്നത് തെറ്റാണെന്നാണ്. അപ്പോൾ നമ്മുടെ മനസ്സ് പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളെ സന്തോഷിപ്പിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ശ്രമിച്ചു നോക്കുക തന്നെ വേണം. പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് മോട്ടിവേഷൻ കുറവായിരിക്കും, അല്ലെങ്കിൽ ഇതെല്ലാം വെറും സമയം കളയാണെന്ന് തോന്നും. അതൊക്കെ നോർമലാണ്. അതിൻ്റെയൊക്കെ അർത്ഥം നിങ്ങളെല്ലാം നിർത്തി പോകണമെന്നല്ല. തെറ്റുകൾ വരുത്തുക, അവയിൽ നിന്ന് പഠിക്കുക, മെച്ചപ്പെടാൻ ശ്രമിക്കുക, അതാണ് പ്രധാനം. തോൽക്കുമോ എന്ന പേടി മാറാനുള്ള ഏറ്റവും നല്ല വഴി തോൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഇമാജിൻ ചെയ്തതുപോലെ ആകാശം ഇടിഞ്ഞു വീഴുന്ന ഒരു ദുരന്തവും ഇതിലില്ലെന്ന്. ഇതൊക്കെ കേട്ട് ഒരു ദീർഘനിശ്വാസവും വിട്ട് വാടിയ ചെടി പോലെ ഇരിക്കുവാണോ? എന്നാൽ അതിനും റോണിൻ്റെ മരുന്നുണ്ട്. ബാഗ് പാക്ക് ചെയ്യുക, ഒരു ടിക്കറ്റ് എടുക്കുക, നിങ്ങൾക്ക് തീരെ വയ്യെന്ന് തോന്നുന്ന സ്ഥലം അങ്ങ് വിടുക. വീട്ടിലെ സോഫയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ശരിക്കും എന്താണ് വേണ്ടതെന്ന് കണ്ടെത്താൻ കഴിയില്ല എന്നത് മനസ്സിലാക്കുക. അതിന് നിങ്ങൾ വിശാലമായ ലോകത്തിലേക്ക് ഇറങ്ങണം. അവിടെ നിങ്ങൾ ഇതുവരെ ഭാവനയിൽ പോലും കാണാത്ത അവസരങ്ങളും ആളുകളും അത്ഭുതങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ എല്ലാവരും അൺസർട്ടനിറ്റിയെ ഭയക്കുന്നു, ഒരു സേഫ്റ്റി വേണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ റോൺ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ എന്തിലെങ്കിലും യഥാർത്ഥത്തിൽ സമ്പൂർണ്ണ സേഫ്റ്റി ഉണ്ടോ? ചിന്തിച്ചു നോക്ക്. മറ്റുള്ളവരുടെ അംഗീകാരത്തിനുള്ള ആഗ്രഹത്തിൽ നിന്നും
സോഷ്യൽ മീഡിയയുടെ മനസ്സ് മടുപ്പിക്കുന്ന ഓട്ടപ്പാച്ചിലിൽ നിന്നും നമ്മെ മോചിപ്പിക്കാൻ യാത്രകൾക്ക് അത്ഭുതകരമായ ഒരു കഴിവുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം കണ്ടെത്താൻ, നിങ്ങൾക്ക് നിങ്ങൾ തന്നെ മതി എന്ന് തിരിച്ചറിയാൻ കഴിയുന്നത്രയും യാത്രകൾ ചെയ്യുക. കാരണം നിങ്ങൾക്ക് വേണ്ട ഉത്തരങ്ങൾ നിങ്ങളിൽ തന്നെയുണ്ട്. യഥാർത്ഥ ഉത്തരങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? റോണിൻ്റെ അവസാന പ്രധാന പോയിന്റ് ഇതാണ്: ഒരു തീരുമാനമെടുക്കുക. പ്രപഞ്ചം അതിനനുസരിച്ച് ക്രമീകരിക്കപ്പെടും. തോറ്റുപോകുമ്പോൾ, തോൽക്കുമെന്ന് പേടിച്ചിരിക്കുമ്പോൾ ഉത്തരങ്ങൾക്കായി മിക്കവരും ഏതെങ്കിലും ഒരു ഗുരുവിനെയോ അത്ഭുത ശക്തിയോ പ്രതീക്ഷിച്ചിരിക്കും. പക്ഷേ റോൺ നമ്മളോട് നമ്മുടെ ഉള്ളിലേക്ക് നോക്കാനാണ് പറയുന്നത്. നിങ്ങളുടെ ശരിക്കുമുള്ള ആഗ്രഹങ്ങളും എന്താണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നതെന്നും നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും അറിയില്ല എന്നതാണ് സത്യം. ഇനി നിങ്ങൾക്ക് എന്ത് വേണമെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അത് സാരമില്ല. നിങ്ങൾക്ക് എന്താണ് വേണ്ടാത്തതെന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. നമുക്ക് വേണ്ടത്ര കഴിവുകളില്ലെന്ന് നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഒരു രക്ഷകന് വേണ്ടി കാത്തിരിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ കഥയിലെ നായകൻ നിങ്ങളാണ്. നിങ്ങൾക്ക് വേണ്ട കഴിവുകൾ നിങ്ങളിൽ തന്നെ ഉണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന യഥാർത്ഥ ദിശയിലേക്ക് നിങ്ങൾ നടന്നു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് വേണ്ട വാതിലുകൾ തുറക്കുമെന്നത് ഉറപ്പാണ്. ഇനി ഒരു തടസ്സം വരുമ്പോഴോ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിലാണ് കാര്യം. തടസ്സങ്ങളെ പാഠങ്ങളായി കാണുക. സിറ്റുവേഷൻ മെച്ചപ്പെടുമെന്നും മാറ്റം സാധ്യമാണെന്നും നിങ്ങൾക്ക് വേണ്ടത് നേടാൻ കഴിയുമെന്നും ഉറച്ചു വിശ്വസിക്കുക. തുടങ്ങാൻ നിങ്ങൾക്ക് വേണ്ടത് തുടങ്ങാൻ തീരുമാനിക്കുക എന്നത് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ തോറ്റു നിൽക്കുകയാണെങ്കിലും ഒരു മാറ്റത്തിനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഈ പുസ്തകം നിങ്ങളുടെ വഴികാട്ടിയാണ്. എല്ലാം തുറന്നു പറയുന്ന നിങ്ങളുടെ ഉറ്റ ചങ്ങാതിയുമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ഒരു ഉപകാരം ചെയ്യുക. നോ ഐഡിയ വാട്ട് ഐ ആം ഡൂയിങ് ബട്ട് എഫ് ഇറ്റ് എന്ന പുസ്തകത്തിൻ്റെ ഒരു കോപ്പി വാങ്ങുക, വായിക്കുക. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി കേട്ടറിവ് എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക.